ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ മേലേക്ക് കിടക്കാം. മാഡം, ഞാൻ എൻ്റെ പേര് പറയുന്നില്ല. മാഡത്തിന് ഇഷ്ടമുള്ള പേര് വിളിച്ചോളൂ. അപ്പോൾ ഇഷ്ടമുള്ള പേര് ചാന്ദിനി. അപ്പോൾ ചാന്ദിനിയുടെ കഥ നമുക്ക് വായിക്കാം. ഒരു സാധാരണ കുടുംബമാണ് ഞങ്ങളുടേത്. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും അമ്മൂമ്മയുമാണുള്ളത്. ഒരു നല്ല ആലോചന വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വിവാഹം ഉറപ്പിച്ചു. നല്ല ജോലിയുള്ള ആളാണ്, ആവശ്യത്തിന് സ്വത്തൊക്കെയുണ്ട്. അവർക്കാണെങ്കിൽ മറ്റു ഡിമാൻഡ് ഒന്നും ഉണ്ടായിരുന്നില്ല. എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എൻ്റെ കല്യാണം കഴിഞ്ഞു. ചെക്കൻ നല്ല സുന്ദരനായതുകൊണ്ട് എനിക്കും താല്പര്യമായിരുന്നു. വീട്ടിൽ അവർ അച്ഛനും മകനും മാത്രമേ ഉള്ളൂ. അമ്മ മരിച്ചു പോയതാണ്. എനിക്കാണെങ്കിൽ ആദ്യത്തെ രാവിൻ്റെ കാര്യം ഓർത്തിട്ട് ചെറിയ പേടിയുണ്ടായിരുന്നു. അങ്ങനെ ആദ്യ ദിവസം രാത്രി അദ്ദേഹം മുറിയിലേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ, ഞാനൊരു കാര്യം പറയാം, എന്നോട് ദേഷ്യം തോന്നരുതെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, ആ, എന്താ കാര്യം? നിനക്ക് എന്നോട് താല്പര്യക്കുറവുണ്ടോ? ശരിക്കും ഇഷ്ടമായിട്ടല്ലേ നീ എന്നെ കല്യാണം കഴിച്ചത്? അയ്യോ ഏട്ടാ, അതൊന്നുമല്ല, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ കല്യാണം പെട്ടെന്നായിരുന്നല്ലോ. എനിക്ക് ഇത്തരം കാര്യങ്ങളിൽ ചെറിയ പേടിയുണ്ട്. നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോരെ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ശരി, എനിക്കൊരു കുഴപ്പമില്ല, നമുക്ക് പതിയെ ഒന്നിച്ചാൽ മതി. ഇത് പറയാനാണോ നീ ഇത്ര പേടിച്ചത്? ഞാനാണെങ്കിൽ പിറ്റേ ദിവസം അമ്മ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അമ്മ പറഞ്ഞു, എടി, ഭർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പെരുമാറണം, അല്ലാതെ നിനക്ക് തോന്നുന്ന സമയത്തല്ല അവിടെ കാര്യങ്ങൾ നടക്കേണ്ടത്. പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കുക, ആണുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളം കണ്ടുകൊണ്ട് നിൽക്കുന്നവരല്ല, എടുത്തു ചാടുന്നവരാണ്. പിന്നെ ചില ബുദ്ധൂസുകൾ മാത്രമേ ഉള്ളൂ പെണ്ണുങ്ങളുടെ വാക്കുകൾ കേട്ട് കുറേ നാളൊക്കെ വെയിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അവൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നീ എല്ലാ കാര്യങ്ങൾക്കും കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. അമ്മേ, എന്തിനാ അമ്മേന്ന് വിളിക്കുന്നത്? എടി, ഭർത്താവ് പറഞ്ഞത് കേട്ട അനുസരിച്ച് ജീവിക്കുക. ആദ്യമത്തെ വിഷമൊക്കെ ഉണ്ടാകും, കുറച്ച് വേദനയൊക്കെ കാണും, അതങ്ങ് സഹിക്കണം. നമുക്ക് നല്ല കാര്യം വരുമ്പോൾ ആദ്യം ഇത്തിരി പ്രയാസമുണ്ടാകും, അത് കഴിയുമ്പോൾ അത് നല്ല കാര്യങ്ങൾക്ക് വഴിമാറുമെന്ന് അമ്മ പറഞ്ഞു തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത്രയൊക്കെ എനിക്ക് നിന്നോട് പറയാൻ പറ്റുകയുള്ളൂ. അങ്ങനെ പിറ്റേ ദിവസവും പൂരവും ആളനക്കവുമില്ലാതെ കടന്നുപോയി. ഞാൻ ഓർത്തു, എൻ്റെ ഭർത്താവ് എത്ര നല്ലവനാണ്. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരനെ മനസ്സിലായല്ലോ. പക്ഷേ അടുത്ത ദിവസം പുള്ളി പറയുകയാണ്, നീ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഞാനത് അഡ്ജസ്റ്റ് ചെയ്യാൻ സമ്മതിച്ചെങ്കിലും നിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. എനിക്കധികം ലീവ് ഒന്നുമില്ല, ഇങ്ങനെ കാത്തു കെട്ടിയിരിക്കാൻ എനിക്ക് ക്ഷമയില്ല എന്ന് പറഞ്ഞ് പുള്ളി ചാടി വീഴുകയായിരുന്നു. ഞാൻ നാഷണൽ ജിയോഗ്രാഫി ചാനലുകളൊക്കെ മാനിനെ പിടിക്കാൻ വേണ്ടി സിംഹവും പുലിയും കടുവയൊക്കെ ചാടി വീഴുന്നത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെയുള്ളൊരു പ്രത്യാക്രമണ സ്വഭാവമാണ് ഭർത്താവ് കാണിച്ചത്. ഞാൻ ഞെട്ടിപ്പോയി. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷേ എനിക്കൊന്നും അറിയേണ്ടി വന്നില്ല. അതിനു മുമ്പേ എൻ്റെ പൊന്നു മാഡം അങ്ങേര് വേലിക്കെട്ടുകൾ ഭേദിച്ച് വിളനിലത്തേക്ക് അങ്ങ് കയറി. ഞാൻ പിന്നെ എന്ത് ചെയ്യാനാണ്? അവിടെ സ്വർഗവും പാതാളവും എല്ലാം കുറേ നേരത്തേക്ക് കണ്ടുപോയി. പുലി പതുങ്ങുന്നത് പായാനാണെന്ന് പറഞ്ഞത് കറക്റ്റാണ്. എന്തൊരു കഷ്ടമായത് എന്ന് വിചാരിച്ചു. എന്തായാലും മഴ കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ കിടന്നുറങ്ങി. അപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. പിറ്റേ ദിവസമില്ലേ മാഡം, ഒരു പ്രശ്നവുമില്ലായിരുന്നെന്ന് ഞാൻ വിചാരിച്ചു. കാര്യം ആദ്യ ദിവസം എനിക്ക് പേടിയായിരുന്നു. പക്ഷേ നോക്കുമ്പോൾ വലിയ ഏനക്കിടന്നും വന്നിട്ടുമില്ല. രണ്ടാമത്തെ ദിവസം പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. എനിക്ക് ശരിക്കും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി. ആകെ കൂടി എനിക്ക് വല്ലാത്ത കുഴപ്പങ്ങളായി കഴിഞ്ഞപ്പോഴേക്കും പിറ്റേ ദിവസം രാവിലെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, എനിക്ക് വല്ലാത്ത ഏനക്കേടാണെന്ന്. അമ്മ പറഞ്ഞു, നിനക്ക് നാണമില്ലേടി? ഇങ്ങനെയൊക്കെയാണ് പെണ്ണുങ്ങളും ആണുങ്ങളും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആദ്യ സമയത്ത് ചില സൂക്കേടുകളൊക്കെ ഉണ്ടാകും. അത് പിന്നെ നന്നാകുമെന്ന് നിനക്കറിയില്ലേ? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, മേലിൽ ഇത്രയും കാര്യം പറഞ്ഞ് എന്നെ വിളിക്കരുത്, ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം, അതിനാണ് കല്യാണം കഴിക്കുന്നത്, അല്ലാതെ നിന്നെ ഊഞ്ഞാലാട്ടാൻ വേണ്ടിയിട്ടല്ല അവന് കൊണ്ടുപോയത് എന്ന് പറഞ്ഞ് അമ്മ വഴക്കുണ്ടാക്കി. അതോടുകൂടി പിന്നെ എനിക്ക് വേറൊരാളോട് പറയാനുള്ള ആശ്രയവും പോയി. ഇനിയിപ്പോൾ ഇങ്ങനെ സഹിച്ചിലേ പറ്റുകയുള്ളൂ. പിന്നെ എൻ്റെ മാഡം 2-3 ആഴ്ചയോളം തുടർച്ചയായിട്ടും അവിടെ ഊഞ്ഞാലവും പൂക്കുരവയും ഒക്കെ ആയിരുന്നു. അതൊക്കെ എനിക്ക് സഹിക്കേണ്ടി വന്നു. എന്നാലും എൻ്റെ ഇഷ്ടത്തിനാണോ കാര്യങ്ങൾ നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. എനിക്ക് അത്ര നല്ല രീതിയിൽ അങ്ങേരോട് ഇമ്പ്രഷൻ തോന്നിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടന്നത് എൻ്റെ സമ്മതപ്രകാരമല്ല, ഞാൻ പ്രതീക്ഷിച്ചതല്ല എന്നൊരനുഭവമാണ് എനിക്കുണ്ടായത്. എന്തായാലും അത് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരൻ ജോലിക്ക് പോയി. പിന്നെ അവിടെ ആരാ ഉള്ളത്? ഞാനും അമ്മായപ്പനും മാത്രം. അദ്ദേഹം പാചകമൊക്കെ ചെയ്യും. ഞാൻ ചെന്നതിൽ പിന്നെ നന്നായിട്ട് പാചകമൊക്കെ ചെയ്ത് അദ്ദേഹത്തിന് കൊടുക്കും. എന്നോട് വലിയ കാര്യമാണ്. ഒരു പ്രശ്നമില്ലാത്ത ഒരാളാണ്. വീട്ടുജോലി മാത്രമേ എനിക്ക് ചെയ്യേണ്ടുള്ളൂ. അതെനിക്ക് പ്രശ്നമല്ല, വീട്ടിൽ ചെയ്യുമായിരുന്നു.
പിന്നീടാണ് മാഡം ഞാൻ മനസ്സമാനത്തോടുകൂടി കിടന്നുറങ്ങിയത്. അല്ലാതെ എല്ലാവരും പറയുന്ന മധുവിധവും അതുവിധമൊന്നും എനിക്ക് ഒന്നും ഫീൽ ചെയ്തില്ല. അത്രയൊരു ദാമ്പത്യമായിരുന്നു എൻ്റേത്. ഇതിനാണോ കല്യാണം കഴിച്ചത്? ഇതിലെന്തിനാണ് ഇത്ര രസം? എനിക്കൊരു ചുക്കും ചുണ്ണാമ്പും അനുഭവിച്ചില്ലേ എന്ന് വിചാരിച്ച് ഞാൻ മനസ്സിൽ ശരിക്കും വിവാഹം എന്തിനാണെന്ന് പോലും ആലോചിച്ച് ജീവിക്കുകയായിരുന്നു. അമ്മായപ്പനും പെൻഷൻ പറ്റിയ ആളാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നല്ല പണമൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കയ്യിൽ പണം തരും. ഞാൻ പറയാം വേണ്ട അച്ഛാന്ന്. അതിനെന്താ മോളെ, കയ്യിലിരുന്നോട്ടെ, നീയല്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പണം തരും. ഞാൻ പറയും എൻ്റെ ഹസ്ബൻഡ് തരുന്നുണ്ടല്ലോ എന്ന്. അത് അവൻ്റെ വീതമല്ലേ, ഇതെൻ്റെ പൊന്നുമോൾക്ക് ഞാൻ തരുന്ന വീതമെന്ന് പറയും. ഭർത്താവ് പോയതിൽ പിന്നെ വിളിക്കുന്നത് കുറവാണ്. ഇടയ്ക്ക് പകൽ ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഭർത്താവ് ഫോൺ വയ്ക്കും. പിന്നെ രാത്രിയാണ് വിളിക്കുന്നത്. അപ്പോഴും കുറച്ച് മാത്രം സംസാരിച്ചിട്ട് ഫോൺ വയ്ക്കും. ഒരു ദിവസം രാവിലെ അമ്മായിച്ചിന് ഹോളിലിരുന്ന് പത്രം വായിക്കുമ്പോൾ എന്നെ വിളിച്ചു. ഞാനാണെങ്കിൽ പാത്രം കഴുകുന്ന തിരക്കിലായിരുന്നു. കേട്ടു, പക്ഷേ പോയില്ല. ഇത്തിരി കഴിഞ്ഞ് പുള്ളിക്കാരൻ എന്നെ കാണാത്തോടെ അടുക്കളയിൽ വന്നു. ഞാനപ്പോൾ എങ്ങനെ പറയുമെന്ന് ആലോചിച്ച് നിൽക്കുകയായിരുന്നു. എന്നെ കണ്ടു അദ്ദേഹം ചോദിച്ചു, മോളെ വിളിച്ചിട്ട് എന്താ വരാഞ്ഞത്? ഞാൻ പേടിച്ചു പോയി. ഞാൻ പറഞ്ഞു, അച്ഛാ ഇവിടുത്തെ പാത്രം കഴുകായിരുന്നു, ഞാൻ കേട്ടില്ല കേട്ടോ. പിന്നെ അച്ഛൻ്റെ ചായ അവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മാച്ചൻ പറഞ്ഞു, വാ മോളെ, നീ അത് പിന്നെ കഴുകിയാൽ മതി, നമുക്ക് രണ്ടുപേർക്കും കൂടി ഇരുന്ന് ചായ കുടിക്കാം, പിന്നെ കുറച്ച് കണക്കൊക്കെ നോക്കാനുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, ഇല്ല അച്ഛൻ കുടിച്ചോന്ന്. അമ്മായിപ്പൻ ചോദിച്ചു, എന്ത് പറ്റിയെന്ന്. ഞാനൊന്നും മിണ്ടിയില്ല. പുള്ളിക്കാരൻ ചോദിച്ചു, നിനക്കെന്തൊരു ക്ഷീണം, എന്തെങ്കിലും വൈകാരികയുണ്ടോ എന്ന് പറഞ്ഞ് എൻ്റെ നെറ്റിയിൽ കൈവച്ചു. ചൂടൊന്നുമില്ലല്ലോ, എന്താ പ്രശ്നമെന്ന്. ഞാൻ പറഞ്ഞാച്ചാ എനിക്കാണെങ്കിൽ ഇന്ന് 1ാമത്തെ ദിവസമാണ്, അങ്ങോട്ടേക്കും വന്ന് കുടിക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ അടുക്കളയിൽ പോലും കയറാൻ പാടില്ല എന്ന് പറഞ്ഞ് എനിക്ക് നാണം വന്നു. ഓ എൻ്റെ പൊന്നുമോളെ, നീ നാണിക്കണ്ട, അതായിരുന്നോ കാര്യം. ശരി ശരി, അച്ഛന് മനസ്സിലായിട്ടോ. പുള്ളി ഒരു ചമ്മലോടുകൂടിയാണ് പോയത്. പിന്നീട് പുറത്ത് പോകാൻ നേരത്ത് എന്നോട് ചോദിച്ചു, മോൾക്ക് എന്തെങ്കിലും വേണമെന്ന്. ഞാൻ പറഞ്ഞു, ഒന്നും വേണ്ട അച്ഛാന്ന്. പക്ഷേ വന്നപ്പോൾ അദ്ദേഹം എനിക്ക് ഐസ്ക്രീമും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിക്കൊണ്ട് തന്നു. ഞാൻ പറഞ്ഞു, ഇതൊന്നും വേണ്ടായിരുന്നു എന്ന്. പക്ഷേ അതിനുള്ളിൽ ഒരു പാടുമുണ്ടായിരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. എൻ്റെ പാടുണ്ട്, എന്നാലും 2 ദിവസം കഴിഞ്ഞിട്ട് മേടിക്കേണ്ടതായിരുന്നു. അദ്ദേഹം അത് അറിഞ്ഞു കണ്ട് ചെയ്തല്ലോ. ദൈവമേ, എന്ത് നല്ല മനുഷ്യനാണെന്ന് എനിക്ക് തോന്നി. കൂടെ ചമ്മലും തോന്നി. ഞാനത് നോക്കി ചമ്മി നിൽക്കുന്നത് കണ്ടപ്പോൾ അമ്മാച്ചൻ പറഞ്ഞു, ഇല്ല മോളെ, നീ പറഞ്ഞല്ലോ നിനക്ക് 1ാം ദിവസമാണെന്ന്, അതുകൊണ്ട് നിനക്ക് ആവശ്യം വരുമെന്ന് വെച്ച് ഞാനങ്ങ് മേടിച്ചതാണ്. ഈ ബ്രാൻഡാണോ നീ ഉപയോഗിക്കുന്നത്? ഞാനല്ല ഉപയോഗിക്കുക വെച്ചാൽ, പ്രത്യേകിച്ച് ബ്രാൻഡില്ലെന്ന് പറഞ്ഞു. എന്നാലും അച്ഛൻ കൊണ്ടുവന്നത് നല്ല വില കൂടിയ സ്പെഷ്യൽ ഐറ്റമായിരുന്നു, ഏറ്റവും പുതിയ ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു കംഫോർട്ട് തോന്നി. അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാമല്ലോ എന്ന് ഓർത്തു. ഭാര്യയുടെ കൂടെ ഇത്ര നാൾ കഴിഞ്ഞ ആളല്ലേ, അവർ മരിച്ചു പോയിട്ട് കൂടി വന്നാൽ 5-6 കൊല്ലമല്ലേ ആയിട്ടുള്ളൂ എന്ന് വിചാരിച്ചു. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ഞാനൊരു ടവല്, വലിയൊരു ടവല് കഴുത്തിന് താഴെ ചുറ്റിയിട്ട് ബാത്റൂമിലേക്ക് കയറിപ്പോയി കേട്ടോ. കുളിച്ചൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓർത്തു, ഇനി റൂമിൽ പോയിട്ട് മാറാം എന്ന് വിചാരിച്ച് ഞാൻ അതേ കോളത്തിൽ ഇങ്ങനെ വരികയാണ്. അമ്മായിച്ചൻ തേ ഇങ്ങോട്ടേക്ക് നടന്നു വരുന്നു. ഞാൻ പെട്ടെന്ന് അദ്ദേഹം കാണണ്ടല്ലോ എന്ന് വെച്ചിട്ട് എൻ്റെ മുറിയിലേക്ക് കയറി. പക്ഷേ അദ്ദേഹം എൻ്റെ മുറിയുടെ മുന്നേ കൂടെയാണ് അങ്ങോട്ട് പോയത്. ഞാനിപ്പോൾ കഥ കടക്കാൻ തുടങ്ങുകയായിരുന്നു. പക്ഷേ എൻ്റെ കണക്ക് കൂട്ടൽ തെറ്റിപ്പോയി. ടവൽ പെട്ടെന്ന് സ്ഥാനം മാറി. അദ്ദേഹം ദർശനം കിട്ടിയ പോലെ എന്നെ നോക്കി. അദ്ദേഹവും ഞെട്ടി, ഞാനും ഞെട്ടി. പുള്ളിക്കാരൻ കടന്നു പോകുന്നതിന് മുമ്പ് വാതിലടയ്ക്കാൻ ശ്രമിച്ച എനിക്ക് അദ്ദേഹത്തിന് ഫ്രീ ആയി ഒരു ഷോയ്ക്ക് ടിക്കറ്റ് കൊടുത്ത പോലുള്ളൊരു അനുഭവമാണ് ഉണ്ടായത്. ശരിക്കും ഞാൻ ചമ്മിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയാൻ നിന്നു. അദ്ദേഹം അങ്ങ് കടന്നു പോവുകയും ചെയ്തു. ചേച്ചേ, ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. സംഭവിച്ചു പോയി, എന്ത് ചെയ്യാനാണ്? ഇനി അത് തിരുത്താൻ പറ്റില്ലല്ലോ. അദ്ദേഹം പ്രായമായതല്ലേ, അതുകൊണ്ട് അതിൻ്റേതായ രീതിക്ക് എടുത്തോളും എന്ന് വിചാരിച്ച് ചമ്മലോടുകൂടി ഞാനങ്ങ് സമാധാനിച്ചു. ദൈവമേ, അച്ഛനി ആരോടെങ്കിലും ഇത് പറയുമോ? ഞാൻ എന്തൊക്കെ വിചാരിക്കുന്നത്? അങ്ങനൊന്നുമില്ല. എനിക്ക് പിന്നീട് അച്ഛൻ്റെ മുഖത്ത് നോക്കാൻ വലിയ മടിയായിരുന്നു. അദ്ദേഹത്തിനും അങ്ങനെ തന്നെ. കണ്ടുമുട്ടുമ്പോൾ കണ്ണുടക്കുമ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും എന്തോ ഒരു വൈക്ലഭ്യം. പക്ഷേ അച്ഛൻ ഇങ്ങോട്ട് വന്നതിനോട് സോറി പറഞ്ഞു. മോളെ, അറിയാതെ പറ്റിപ്പോയതാണെന്ന്. ഞാൻ പറഞ്ഞു, എനിക്കും സാരമില്ല, നമുക്കതിനെപ്പറ്റി ഇനി സംസാരിക്കേണ്ട മോളെ എന്ന് പറഞ്ഞ് അദ്ദേഹം അതിനെ ലഘൂകരിച്ച ശേഷമാണ് എൻ്റെ മനസ്സിൽ നിന്ന് ഭാരമിറങ്ങിപ്പോയത്. എന്നാലും നാണം അവിടെ തന്നെ നിന്നു. പക്ഷേ ആദ്യത്തെ ചമ്മൽ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അച്ഛനോട് കൂടുതൽ അടുപ്പമായി. അച്ഛനും അങ്ങനെ തന്നെ. പിന്നെ ഞങ്ങൾ സാന്ദ്രത്തോടുകൂടി അങ്ങോട്ടേക്കൂടെ സംസാരിക്കാനൊക്കെ തുടങ്ങി. മറയില്ലാതെ പല വിഷയങ്ങളെക്കുറിച്ചും പൊതുവിഷയങ്ങളെക്കുറിച്ചും ഞങ്ങൾ സംസാരിച്ചു, അഭിപ്രായങ്ങൾ പങ്കുവെച്ചു. പതുക്കെ പതുക്കെ അമ്മായച്ചനും ഞാനും നല്ല സുഹൃത്തുക്കളെ പോലെ ആയിത്തീർന്നു. ഒരുമിച്ചിരുന്ന് TV ഒക്കെ കാണാൻ തുടങ്ങി. പക്ഷെ TV-യിൽ ചില റൊമാൻറ്റിക് രംഗങ്ങളൊക്കെ വരുമ്പോഴേക്കും എനിക്ക് ആ കാഴ്ചകൾ മനസ്സിൽ തോന്നും. അദ്ദേഹത്തിനും തോന്നുന്നുണ്ടാകും. ആ സമയത്ത് ഞങ്ങൾ കണ്ണിൽ നോക്കില്ല, TV-യിൽ മാത്രം നോക്കും.
അങ്ങനെ വല്ലാത്തൊരു മാനസിക സംഘർഷം മനസ്സിനുള്ളിലുണ്ടായിരുന്നു. ഒരു ദിവസം രാത്രി അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് ഞാൻ വെള്ളം കൊണ്ടുവയ്ക്കാൻ പോവുകയായിരുന്നു. തലയണ വെച്ച് അദ്ദേഹം ഉയർന്നിങ്ങനെ കിടക്കുകയായിരുന്നു, എന്തോ വായിച്ചുകൊണ്ട്. ഞാൻ അടുത്ത് ചെന്ന് വെള്ളം വെച്ചിട്ട് തിരിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പുള്ളി എൻ്റെ കയ്യിൽ പിടിച്ച് ഒറ്റ വലി അടി തെറ്റിയ ആനയെപ്പോലെ ഞാനങ്ങ് വീണുപോയി. വീണത് എവിടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വിശാലമായ ദേഹത്തേക്കാണ്. പക്ഷേ എൻ്റെ ഭർത്താവിനേക്കാൾ കുറച്ചുകൂടി സൈസ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചു. ഞാൻ പറഞ്ഞു, വിടച്ച, അച്ഛനെന്തേ കാണിക്കുന്നേ എന്ന് ചോദിച്ചു. അദ്ദേഹം അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ സിനിമാ ഷൂട്ടിംഗ് പോലെ ഒന്നുരുണ്ടു. ചില സിനിമകളിലൊക്കെ ഇങ്ങനെ കുന്നിൻ ചെരുവിൽ കൂടി നായകനും കൂടെ ഉരുണ്ടുരുണ്ടു പോകില്ലേ എന്ന് പറഞ്ഞതുപോലെ, അച്ഛാ എന്താ അച്ഛ ഈ കാണിക്കുന്നേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, മോളെ, എല്ലാം കണ്ടവന് ഇല്ലും വേണമെന്ന്. അങ്ങനെയല്ലോ അച്ഛാ, കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ടെന്നല്ലേ? അപ്പോൾ അച്ഛൻ പറഞ്ഞു, അതല്ല ഞാൻ പറഞ്ഞത്, എല്ലാം കണ്ടവന് ഇല്ലം വേണം മോളെ എന്ന് പറഞ്ഞ് അദ്ദേഹം കാട്ടുകുന്നിലെ തെങ്ങിലെ തേൻകരിക്ക് തേടിപ്പോവുകയായിരുന്നു. എനിക്ക് പിന്നെ അവിടെ എന്തോ അദ്ദേഹത്തിനോട് വലിയൊരു താല്പര്യം ആ നിമിഷം സംഭവിച്ചു. എൻ്റെ ഭർത്താവിനെ പോലെയല്ല, അദ്ദേഹം റൊമാൻറ്റിക്കായിട്ടും ആരാധനയോടും കൂടിയാണ് എന്നോട് പെരുമാറുന്നത്. എനിക്ക് പിന്നെ വേറൊരു വഴിയുമില്ലാതായി. വഴി തുറക്കുകയേ മാർഗമുള്ളൂ. കാര്യം ആ വഴി പോകാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. വരവേൽക്കണം, വരവേൽക്കണം എന്നെൻ്റെ മനസ്സ് ഉള്ളാരെ പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് എന്നോടുള്ള സമീപനം മാറി. വളരെ ശാന്തനായി. എന്നിട്ട് എന്നോട് ആദ്യം പറഞ്ഞത്, മോളെ, പൂജ തളികയാണ് എൻ്റെ നോട്ടം. തളികയിൽ ഞാനെല്ലാം നെയ്തിക്കും, പൂജിക്കും. മോൾക്ക് സമ്മതമല്ലെന്ന് ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. മുഖം പൊത്തിപ്പിടിച്ചു. അന്നാണ് എനിക്ക് മനസ്സിലായത്, തളികയാണ് ആദ്യം ശരിയാക്കി എടുക്കേണ്ടത്. എന്നാലേ പൂജ നടക്കൂ. എല്ലാം അവിടെ നിറയ്ക്കണം. അത് കഴിഞ്ഞ ശേഷം മാത്രമേ ഹോമകുണ്ടം ജ്വലിപ്പിക്കാവൂ എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. എൻ്റെ ഭർത്താവിനേക്കാൾ വ്യത്യസ്തരാണ് എൻ്റെ അമ്മായിപ്പൻ. അദ്ദേഹമാണ് യഥാർത്ഥരാണ്. ഒരു സ്ത്രീയെ അറിഞ്ഞാണ്ട് മാത്രമേ അത് പറ്റുകയുള്ളൂ. ഒരു പക്ഷേ എൻ്റെ ഭർത്താവിന് ഒരു സ്ത്രീ അറിയില്ലായിരിക്കാം. അയാൾക്ക് വികലമായ കൺസെപ്റ്റാണ്. പക്ഷേ അച്ഛൻ അങ്ങനെയല്ല. അദ്ദേഹം ഒരു നയതന്ത്രജ്ഞനാണ്. നയവും അറിയാം, തന്ത്രവും അറിയാം. 1 മണിക്കൂറത്തെ താലോലിക്കിന് ശേഷമാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്, മോളെ, നമുക്കിനി അഗ്നി ജ്വലിപ്പിക്കാമെന്ന്. ഞാൻ ഒന്നും മിണ്ടിയില്ല. പക്ഷേ അഗ്നി ജ്വലിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ നാമങ്ങൾ ഉരുവിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അച്ഛ, എൻ്റെ അച്ഛ എന്ന് വിളിച്ച് അച്ഛനിൽ താതാത്മ്യം പ്രാപിച്ചു പോയി. അദ്ദേഹം എൻ്റെ ദേവനായി മാറുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് 1000 വട്ടം ഞാൻ അലറി വിളിച്ചു പോയി. എൻ്റെ ഭർത്താവിനെ എനിക്ക് പേടിയാണ്. പക്ഷെ അമ്മായിച്ചൻ എൻ്റെ രക്ഷകനുമായി മാറി. ചുരുക്കം പറഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഇരിക്കപ്പുറത്ത് കൊടുത്തില്ല. അച്ഛാ, അച്ഛാ എന്ന് പറഞ്ഞ് ഞാൻ ഓടിച്ചെല്ലും. ചില ദിവസങ്ങൾ അദ്ദേഹം പറയും, മോളെ, ഇന്ന് എനിക്കെന്തൊരു ക്ഷീണം തോന്നുന്നു. ഞാൻ പറയും, ഇല്ല, അച്ഛന് ക്ഷീണമില്ല, അച്ഛൻ ക്ഷീണിക്കരുത്, എനിക്ക് അത് സഹിക്കില്ലാതെ പറയും. അപ്പോൾ അദ്ദേഹം സടകുടഞ്ഞ് എഴുന്നേക്കും. ഇല്ലെങ്കിൽ ഞാൻ എഴുന്നേൽപ്പിക്കും. ഞാനൊരു മിടുക്കിയായി മാറിയിരുന്നു. എൻ്റെ ഭർത്താവ് എവിടെയോ കിടക്കട്ടെ, എനിക്കൊരു ചുക്കും ചുണ്ണാമ്പുമില്ല. ഇവിടുണ്ട് എനിക്ക് അംബ്രല്ല. എൻ്റെ കൂടെ ഞാൻ നിവർത്തും. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇടയ്ക്ക് കുറ്റബോധം എനിക്കുണ്ടായിരുന്നു. ആദ്യ ദിവസം കഴിഞ്ഞപ്പോഴേക്കും. പക്ഷേ ഞങ്ങൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിച്ചു. അദ്ദേഹം എന്നോട് സോറി പറഞ്ഞു. എൻ്റെ ഭാര്യ പോയതിൽ പിന്നെ എൻ്റെ മനസ്സ് ശാന്തമായിരിക്കുകയായിരുന്നു. സിറ്റുവേഷൻ മൂലം എന്തൊക്കെയോ നടന്നുപോയി. നമുക്കിനി ഒന്നും വേണ്ടാന്ന് പറഞ്ഞതാണ്. പക്ഷേ അന്ന് രാത്രി തന്നെ ഞങ്ങൾ കണ്ണിൽ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഒന്നുമില്ല. കഥകളങ്ങ് കൈമാറി. ഇരിക്കപ്പുറത്തില്ലാതെ കഴിഞ്ഞാൽ പിന്നെ എന്ത് കുറ്റബോധം, എന്ത് മാനസാന്തരം. എന്തായാലും ഞങ്ങളുടെ സ്നേഹം വളർന്നു പന്തലിച്ചു. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനുള്ളതെല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അല്ലേ വീട്ടിലുള്ളൂ. അദ്ദേഹം പതിവ് പോലെ പുറത്തേക്ക് പോയി. ഒരു ദിവസം അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ അദ്ദേഹം വരുമ്പോഴേക്കും ഒന്ന് കുളിച്ചൊരുങ്ങി നിൽക്കാമെന്ന് വിചാരിച്ചു. വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിനോട് ചോദിച്ചു, എന്താ നീ ഒരുങ്ങി തന്നെ കാത്തു നിൽക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, എനിക്ക് ഒരുങ്ങി നിൽക്കണം തോന്നിയെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കും ഇന്ന് എന്തോ ഒരു പ്രതീക്ഷ തോന്നി മോളെ. അതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി ഇന്ന് മുല്ലപ്പൂ വാങ്ങിച്ചു എന്ന് പറഞ്ഞു. എന്തൊരു മനപ്പൊരുത്തമാണ് ഞങ്ങൾക്ക്. അതും ചൂടി അദ്ദേഹത്തിൻ്റെ മുന്നിൽ സന്തോഷത്തോടുകൂടി നിന്നു. നമ്മൾ തമ്മിൽ മാനസികമായി നല്ല അടുപ്പമല്ലേ അച്ഛാന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, കറക്റ്റാണ്. എൻ്റെ ഭാര്യയ്ക്ക് മുല്ലപ്പൂവും യഥാസമയങ്ങളിൽ പാടുമെല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അത് റിപ്പീറ്റ് അടിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. എനിക്കൊരു പുനർജന്മം കിട്ടിയതുപോലെ എന്ന് പറഞ്ഞു. അന്ന് പിന്നെ പറയണ്ടല്ലോ, അന്ന് മുല്ലപ്പൂ എല്ലാം ചതഞ്ഞരഞ്ഞു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അച്ഛനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞു. അച്ഛാ, എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താ മോളെ പറ.
അച്ഛൻ എൻ്റെ കഴുത്തിലൊരു താലി കെട്ടണം. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ താലി ഊരി മാറ്റാൻ പോവുകയാണെന്ന്. നീ എന്താ പറഞ്ഞത്? നീ എൻ്റെ മകൻ്റെ ഭാര്യയാണ്, അത് പാടില്ല. അല്ല അച്ഛാ, ഇതൊന്നും ആരും അറിയില്ല. പക്ഷേ യഥാർത്ഥത്തിൽ എൻ്റെ ഭർത്താവായിട്ട് എനിക്ക് അച്ഛനെയാണ് തോന്നുന്നത്. അതുകൊണ്ട് അച്ഛൻ എനിക്കൊരു താലി കെട്ടി സിന്ദൂരക്കുറി അണിയിക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് മനസ്സിന് സമാധാനമാകൂ. എൻ്റെ ഭർത്താവിനെ എനിക്കൊരിക്കലും ഭർത്താവായിട്ട് തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു വേണ്ടാന്ന്. ഞാൻ പറഞ്ഞു വേണമെന്ന്. എൻ്റെ നിർബന്ധത്തിൽ അദ്ദേഹം എനിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഒരു താലി പണിയിച്ചെടുത്തു. മാലയും അതിൻ്റെ കഴുത്തിൽ പൂജാമുറി വെച്ച് കെട്ടി സിന്ദൂരവും തൊട്ടു തന്നു. അന്ന് യഥാർത്ഥത്തിൽ ഞങ്ങൾ തമ്മിലുള്ള വേലയേറ്റവും വേലയിറക്കവും തുടങ്ങുന്ന രാത്രിയായിരുന്നു. അന്നാണ് ഞങ്ങളുടെ യഥാർത്ഥ ജീവിതം തുടങ്ങിയതെന്ന് ഞാൻ കരുതി. പിന്നെ 2 ദിവസമില്ലേ, അദ്ദേഹം എങ്ങും പോയില്ല. ഭർത്താവ് ഇനിയിപ്പോൾ ഒരാഴ്ചത്തേക്ക് വരില്ല. വരുന്ന ദിവസങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു. എന്തായാലും അന്ന് അദ്ദേഹം വീട്ടിനുള്ളിൽ തന്നെ ഇരുന്നു. വല്ലപ്പോഴും മാത്രം ഇത്തിരി നേരം ഒന്ന് പുറത്തു പോയി. പാചകം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ അടുത്തിരുന്ന് കിള്ളുകയും നുള്ളുകയും ചെയ്തു. അച്ഛ എന്തേ കാണിക്കുന്നത്? എനിക്ക് വേദന എടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നിന്റെ ഭർത്താവാണെന്നല്ലേ നീ പറഞ്ഞത്? എനിക്ക് അധികാരമുണ്ട്. നീ പാചകം നിർത്തിയിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ മേലാകെ കോരിത്തെരിച്ചു. പാചകം പകുതിയിലാക്കിയിട്ട് ഞാനങ്ങ് ചെന്നു. രാത്രിയിൽ 10 മിനിറ്റോ മറ്റോ ഭർത്താവ് സംസാരിച്ചല്ലായി. അത് ഞങ്ങൾക്ക് ഉപകാരമായി. അദ്ദേഹം വരുന്നതും മാസത്തിലൊരിക്കലേ ഉള്ളൂ. അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, എടി ഒരു കാര്യം ചെയ്യാം, നമുക്കിനി യഥാർത്ഥത്തിൽ ഒരു ഹണിമൂണ് പോകാം. നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് നിന്റെ ഭർത്താവ് നിന്നെ ഹണിമൂണ് കൊണ്ടുപോയിട്ടില്ലല്ലോ, നമുക്ക് രണ്ടും കൂടെ ഹണിമൂണ് പോകാമെന്ന് പറഞ്ഞു. അച്ഛൻ അതെങ്ങനെ ശരിയാകുന്നത്? എങ്ങനെയത് അറേഞ്ച് ചെയ്യും? ഹസ്ബൻഡ് സമ്മതിക്കുമോ എന്നെനിക്ക് സംശയം ഉണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞു, അത് നീ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഏതെങ്കിലും അമ്പലത്തിൽ പോകുന്നു പറഞ്ഞങ്ങ് പോയാൽ മതി. അവനൊരു കുഴപ്പമില്ല. കുറേ നേർച്ച കാഴ്ചകളൊക്കെ ചെയ്യാനുണ്ട്. നീ എൻ്റെ കൂടെ വരുന്നു, അവന് പ്രശ്നമൊന്നുമില്ല. അവൻ എന്നെ യാതൊരു സംശയമില്ലെന്ന് പറഞ്ഞു. ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഭർത്താവിന് ഓക്കെയാണ്. എവിടെ വേണമെങ്കിലും പോകാം, ഒരു പ്രശ്നവുമില്ല. ഞാൻ ചോദിച്ചെന്നാലും നമ്മൾ ഹോട്ടൽ മുറിയിൽ എങ്ങനെ ഒന്നിച്ച് താമസിക്കുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ എൻ്റെ ഭാര്യയാണെന്ന് തന്നെ പറഞ്ഞു പോകാം, ഒരു കുഴപ്പമില്ല. എൻ്റെ പണം കണ്ട് നീ കിട്ടിയതാണെന്ന് ആൾക്കാർ കരുതിക്കോളും. അതുകൊണ്ട് താലി സിന്ദൂരമൊക്കെ ആയിട്ട് നമ്മൾ ജോളിയായിട്ട് പോകുന്നെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെ ഒരു ദിവസം ഇറങ്ങി പോയി മാഡം. അതും ഒരു മനോഹര യാത്രയായിരുന്നു. പക്ഷേ ഇതിനിടയ്ക്ക് എന്തെങ്കിലും അബദ്ധം സംഭവിക്കില്ലെന്ന് കരുതി ഡോക്ടറെ കണ്ട് അദ്ദേഹമാണ് എൻ്റെ ഭർത്താവെന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ ചില കാര്യങ്ങൾ നിക്ഷേപിച്ചു. അപ്പോൾ ഇനി വേറൊന്നും ആക്കേണ്ടി വരില്ലല്ലോ. അല്ലെങ്കിൽ അദ്ദേഹം മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഇഷ്ടം പോലെ വാങ്ങിച്ചുകൊണ്ട് വരും സുരക്ഷാ കാര്യങ്ങൾ, അതൊക്കെ ഞങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുമായിരുന്നു. എൻ്റെ ഭർത്താവ് വല്ലപ്പോഴല്ലേ വരികയുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് സംശയം തോന്നിയാലോ, എന്തെങ്കിലും അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ. എന്തായാലും ഡോക്ടറെ കണ്ടിത് ശരിയാക്കിയതിൽ പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സ്വതന്ത്രമായിട്ട് വിഹരിക്കാൻ പറ്റി. ഇതിനിടയ്ക്ക് ഒരു ദിവസം സർപ്രൈസായിട്ട് ഭർത്താവ് വന്നു. അപ്പോൾ ഞാനും അമ്മാച്ചനും കൂടി ഒരു മുറിയിലായിരുന്നു. ഞാൻ ഓടി മാറി ചെന്നിട്ടാണ് തുറന്നത്. എന്തായാലും പുള്ളിക്ക് സംശയമൊന്നുമില്ലായിരുന്നു. ആ സമയത്ത് പുള്ളി പറഞ്ഞു, ഞാൻ ജോലി ഒത്തിരി ബിസിയാണെന്നറിയാമല്ലോ, കുട്ടികളുണ്ടാകേണ്ട സമയമായി, അതുകൊണ്ട് നമുക്കിനി അതിന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു അന്യപുരുഷനാണ് വന്നതെന്നാണ് എനിക്ക് തോന്നിയത്. എൻ്റെ ആഗ്രഹങ്ങളൊന്നും അദ്ദേഹത്തിലില്ല. പക്ഷെ എന്ത് ചെയ്യാനാണ്? ഒരിക്കലും പുള്ളി എൻ്റെ ആഗ്രഹങ്ങൾ നോക്കില്ല. പുള്ളി വന്നപാടെ കോട്ടമതിൽ താണ്ടിയും കയറിപ്പോയി. അത് ആവർത്തിച്ചു. പക്ഷേ എനിക്കറിയാം കുട്ടികളുണ്ടാകില്ല. ഡോക്ടറെ കണ്ട് നിക്ഷേപിച്ചതല്ലേ, അപ്പം എങ്ങനെ കുട്ടികളുണ്ടാകാം? ഇങ്ങനെ കുറേ ദിവസം കഴിയുമ്പോഴേക്കും ഭർത്താവ് കുട്ടികളെക്കുറിച്ച് പറയാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, എങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്കത് ഹോസ്പിറ്റലിൽ ചെന്ന് റിമൂവ് ചെയ്യാം. കുട്ടികൾ ഉണ്ടായിക്കോട്ടെ, ഒരു കുട്ടി ഉണ്ടായി കഴിയുമ്പോഴേക്കും അവൻ അടങ്ങിക്കോളും, നമുക്ക് നമ്മുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ അമ്മാച്ചനോട് പറഞ്ഞു, നിങ്ങളാണ് എൻ്റെ യഥാർത്ഥ ഭർത്താവ്, എനിക്ക് നിങ്ങളിൽ നിന്ന് കുട്ടി മതി എന്ന് പറഞ്ഞു. വാശി പിടിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എങ്കിൽ ഒരു കാര്യം ചെയ്യാം, അവൻ വരുന്ന ദിവസങ്ങൾ ഒക്കെ നമുക്ക് നോക്കി വയ്ക്കാം. ആ ദിവസങ്ങൾക്ക് മുമ്പേ നമുക്ക് പരിശ്രമിക്കാം. എന്നിട്ട് നമ്മളുടേതായ ഒരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞ ശേഷം അവനും സൗകര്യങ്ങളും സാഹചര്യങ്ങളും കൊടുക്കാം. അപ്പോൾ അവൻ്റെ കുട്ടിയാണെന്ന് വിചാരിച്ചോളും. നമുക്ക് നാളെ തന്നെ ഡോക്ടറെ കണ്ട് റിമൂവ് ചെയ്ത് കുട്ടിക്കായിട്ട് ശ്രമിക്കാമെന്നും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡോക്ടറെ കണ്ട് എല്ലാം ശരിയാക്കിയെടുത്തു. ഇനിയിപ്പോൾ ഒരു കുട്ടി വേണം. പക്ഷേ എനിക്ക് ഭർത്താവിൻ്റെ കുട്ടി വേണ്ട, അമ്മായപ്പൻ്റെ കുട്ടി മാത്രം മതി. അതിനു വേണ്ടിയുള്ള ഡേറ്റ് നോക്കലും പ്ലാനിങ്ങും ഒക്കെ ആയിരുന്നു ഞങ്ങളുടേത്. അങ്ങനെ ഞങ്ങൾക്ക് ഒരു ടെസ്റ്റ് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞ ശേഷമാണ് ഭർത്താവിൻ്റെ അടുത്ത് അഭിനയമായി ഞാൻ ചെന്നത്. അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സ്നേഹത്തോടുകൂടി സ്വീകരിച്ചു. അങ്ങനെ ആ റിസൾട്ട്, അതായത് അത് ഭർത്താവിൻ്റേതായി മാറി. ഭർത്താവ് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വലുതായി സന്തോഷമില്ല, എന്തോ ഒരു റിസൾട്ട് കിട്ടിയ പ്രതീതിയായിരുന്നു. അപ്പോൾ എനിക്ക് സന്തോഷമായി. എൻ്റെ ഭർത്താവ് അറിയുകയുമില്ല, അമ്മായച്ചനെ കുഞ്ഞിനെ എനിക്ക് കിട്ടുകയും ചെയ്തു. അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഇതിനിടയ്ക്ക് എൻ്റെ ഒരു പഴയ ഫ്രണ്ട് നേഴ്സായിരുന്നു ആ ഹോസ്പിറ്റലിൽ.
അവൾ എന്നോട് പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും എനിക്ക് ഈ കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നു. എൻ്റെ ഭർത്താവിൻ്റെതല്ല, എൻ്റെ അമ്മായിച്ചൻ്റെതാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ സമാധാനിപ്പിച്ചു, സാരമില്ല, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളാണ് നമ്മുടെ ഭർത്താവ്, എല്ലാം മാനേജ് ചെയ്ത് പോകൂ. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇത്തിരി പ്രായമുള്ള ആളുകൾക്കുണ്ടാകുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മുതൽ എനിക്ക് വിഷമമാണ്. ഉള്ളതാണോ മാഡം? അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അതോർത്ത് എനിക്കൊരു വല്ലായ്മയുണ്ട്. ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ പ്രതീകമായി കിട്ടിയിരിക്കുന്ന കുട്ടി നല്ല കുട്ടിയാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സന്തോഷത്തിനിടയ്ക്ക് എനിക്ക് മനസ്സമാധാനവും പോയി. മാഡം പറയൂ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തീരെയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം ആരോഗ്യപരമായി നോക്കുമ്പോൾ പ്രായമാകും തോറും ഈ ആരോഗ്യ അവസ്ഥ പുരുഷന്മാർക്ക് കുറഞ്ഞു വരുന്നതുകൊണ്ട് ശക്തിയുള്ള ചില കാര്യങ്ങൾ കിട്ടിയെങ്കിൽ മാത്രമേ നല്ല ആരോഗ്യമുള്ള കുട്ടി ഉണ്ടാകുകയുള്ളൂ. പക്ഷേ എങ്കിൽ കൂടി സാങ്കേതികമായി നോക്കുമ്പോൾ 90 വയസ്സ് വരെ പുരുഷൻ ആക്റ്റീവായിട്ട് ഇരിക്കാറുണ്ട്. അങ്ങനെ വലിയൊരു പ്രശ്നം പുരുഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറില്ല. പക്ഷേ ഇത്തിരി പ്രായമായ സ്ത്രീയാണ് ഗർഭിണിയായതെങ്കിൽ അവർക്ക് റിസ്ക് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നമായി തീരുന്നത്. ഇപ്പോൾ നിങ്ങൾ യങ് ആണ്, പിന്നെ ഭർത്താവെന്ന് പറയുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആൾ പ്രായമായെന്നേ ഉള്ളൂ. അപ്പോൾ വലിയ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പോൾ അത്യാധുനികമായുള്ള പല ടെസ്റ്റുകളുമുണ്ട്. കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ സ്കാൻ ചെയ്താൽ അറിയാം. അതേപോലെ തന്നെ മറ്റെന്തെങ്കിലും അനോമലീസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വളരെയധികം ടെസ്റ്റുകളുണ്ട്. അതൊക്കെ ഒരു 3 മാസം 4 മാസത്തിനുള്ളിൽ പല ടെസ്റ്റുകളും സ്കാനുകളുമുണ്ട്. അതെല്ലാം ചെയ്ത് നോക്കുക. അവിടെ ഹെൽത്തി ആണ്, ഓക്കെ ആണ്, മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് അറിയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് റിസ്ക് എല്ലാം അനലൈസ് ചെയ്യുന്നൊരു ഹോസ്പിറ്റലിൽ ചെന്ന് നല്ലൊരു മറ്റേണിറ്റി ഹോസ്പിറ്റലിൽ പോകണം. സാധാരണ ഹോസ്പിറ്റലിൽ പോകാതെ എല്ലാ ഫെസിലിറ്റി ഉള്ളിടത്ത് പോയിട്ട് എല്ലാ ടെസ്റ്റുകളും ചെയ്ത് വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ കുട്ടി ഒഴിവാക്കാമല്ലോ, അങ്ങനെ ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു 80% നല്ല രീതിയിൽ ഇതെല്ലാം കണ്ടുപിടിക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ അറിയാതെ തന്നെ പല കാര്യങ്ങളോട് സംഭവിക്കാറുമുണ്ട്. നല്ലതാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഔട്ട്കം ചീത്തയായിരിക്കും. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഈ കാര്യങ്ങളൊന്നും ഡോക്ടറോട് തുറന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും കുടുംബത്തിൽ ചില പ്രശ്നങ്ങളുള്ള കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വിശദമായിട്ട് പരിശോധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകളുണ്ട്. അപ്പോൾ നമുക്കത് നല്ലതാണെങ്കിൽ നിലനിർത്താം, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. ഇല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ചില സർജറികൾ പോലും ചെയ്യാവുന്ന രീതിയിലേക്ക് ലോകവും വൈദ്യശാസ്ത്രവും പുരോഗമിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് മാക്സിമം മെഡിക്കൽ അറ്റൻഷൻ അല്ലെങ്കിൽ നല്ല മെഡിക്കൽ ഫെസിലിറ്റി നിങ്ങൾക്ക് ലഭിച്ചാൽ കാര്യങ്ങളെല്ലാം ഓക്കെ ആകും. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തോടോ അല്ലെങ്കിൽ ഈ ഒരു വഴിയോടോ ഒന്നും എനിക്ക് യാതൊരു യോജിപ്പുമില്ല, അതൊരു മാതൃകയുമല്ല. നിങ്ങൾ ഈ പറഞ്ഞതൊന്നും ശരിയാണെന്ന് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല. അത് വേറൊരു കാര്യമെങ്കിലും മെഡിക്കൽ കാര്യങ്ങൾ ഇങ്ങനെയാണ്. അതിന് കുറച്ചുകൂടി ഫെസിലിറ്റി ഉള്ളിടത്ത് പോയി കഴിഞ്ഞാൽ നന്നായൊരു മോണിറ്ററിങ് വേണം. അപ്പോൾ കിട്ടുന്ന ഔട്ട്കം നല്ലതായിരിക്കും. അത് ശ്രദ്ധിക്കുക, അത്ര മാത്രമേ ഉള്ളൂ.